ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഇവിടെയൊക്കെ നല്ല മഴ കേട്ടോ, നല്ല തണുപ്പ്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സർപ്രൈസുള്ള ഒരു വീഡിയോ. അത് സർപ്രൈസ് ഞാനിപ്പോൾ റിവീൽ ചെയ്യണില്ല. പിന്നെ ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം എൻ്റെ 24th ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാം. അത് മാത്രമല്ല, ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ പുതിയതായിട്ടൊരു സംഭവം മേടിക്കാൻ വേണ്ടിയിട്ട് പോകാം. അത് ഞാനിപ്പോൾ എന്താണെന്ന് പറയുന്നില്ല, നമുക്ക് വഴിയെ കാണാം. നമ്മൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് റെഡി ആയിട്ടൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു, ഇക്കാക്ക പറഞ്ഞു ബർത്ത്ഡേ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് അന്ന് മേടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ശരിക്കും നല്ലോണം അത്രയും വെയിറ്റ് ചെയ്ത് അത്ര വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നല്ല എക്സൈറ്റ്മെൻറ്റ് ആട്ടോ. എനിക്കെന്നറിയില്ല ഞാൻ എന്തൊക്കെയാണെന്ന് പറയേണ്ടത്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഡ്രസ്സ് പോകാൻ നേരിട്ട് ചേഞ്ച് ചെയ്യാമെന്ന് ഓർത്തു. പുട്ടിയൊക്കെ നല്ല രീതിക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെന്തൊക്കെയാണ്, അപ്പോൾ ഞാൻ അത്യാവശ്യം എക്സൈറ്റ്മെൻറ്റ്. ഇക്കാക്ക് എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നല്ല രീതിക്ക് എക്സൈറ്റഡ് ആണ്. ഇക്കാക്ക് പറയുന്നുണ്ട് ഇക്കാക്ക് എക്സൈറ്റഡ് അല്ല എന്ന്, പക്ഷേ ഞാൻ ആണ് കേട്ടോ. ഞാൻ അത്രയും വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ഒരു സംഭവമാണ്. അപ്പം സ്റ്റേ ട്യൂൺഡ്. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനും മറക്കരുത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊക്കെ പിന്നെ ചടപടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ലോണം തിരക്ക് പിടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ടുള്ള ഡ്രസ്സ് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അവർ പറഞ്ഞ സമയത്ത് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രീതിക്ക് തിരക്ക് പിടിച്ചിട്ട് ഇറങ്ങിയത്. പിന്നെ കാറ് കയറിയപ്പോഴത്തേനും ആയിഷ നല്ല രീതിക്ക് അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള മൂഡും പോയി. പിന്നെ നമ്മൾ മഴ തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു സൈഡിലേക്ക് വരുന്നത്. പാടമൊക്കെ ശരിക്കും മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ മാത്രമാണ് വെള്ളത്തിന് കുറവൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ്, സേഫ് ആണോ എന്നൊക്കെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് മാത്രമല്ല കേട്ടോ സ്പെഷ്യാലിറ്റി ഉള്ളത്. എന്നെപ്പോലെ തന്നെ എൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും പാരൻറ്ഹുഡിലേക്ക് കിടന്നിട്ട് 23 വർഷം തികയാണ്. നമ്മളിവിടെ എത്തിയേക്കാണ് കേട്ടോ. നമ്മളൊരു 4:50 ആയപ്പോഴത്തേനാണ് എത്തിയത്. പിന്നെ അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നല്ലോണം മഴ കൂടി വരായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആ പറഞ്ഞ സർപ്രൈസ് എന്നുള്ളത്. അപ്പോൾ സർപ്രൈസ് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണം, പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ചെന്നിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോഴത്തേനും അവർ വെൽക്കം ഡ്രിങ്കൊക്കെ കൊണ്ടുവന്ന് ആയിഷ നല്ല ഒളിക്കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അവൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഓണായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആയിഷാനെ കയ്യിൽ കിട്ടാണ്ട് വന്നപ്പോഴത്തേനും ഞങ്ങൾ എടുത്തു. ഇനി ആയിഷാനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി. പിന്നെ നമ്മുടെ അടുത്ത് അവർ 5 മണിക്ക് അവിടെ എത്താനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ കടയുടെ പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇതാണ് കേട്ടോ നമ്മളെടുത്ത കാറ്. കീ മേടിക്കണതും അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോട്ടോ കയ്യിലുള്ളത് ഞാൻ എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് ഇടാം കേട്ടോ. നമുക്കൊരു കേക്ക് കട്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ കേക്കിൽ വിഷൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഓറടിച്ചപ്പോൾ ഉമ്മച്ചിയും ആയിഷയും അകത്തേക്ക് കയറിയിരുന്നു കേട്ടോ. പിന്നെ അവളുടെ ഇല്ലായിരുന്നു കിട്ടിയ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അത് മൊത്തം താഴത്തേക്ക് ഇട്ടിട്ട് പിന്നെ എടുത്ത് ഓരോന്നെടുത്ത് എറിഞ്ഞ് കളിക്കലൊക്കെ ആയിരുന്നു.
നമുക്ക് ആ ബോക്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് മൊത്തം സ്നിക്കേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് സ്നിക്കേഴ്സ് എടുത്ത് കഴിച്ചു. പിന്നെ ഐഷ അത് മൊത്തം എടുത്ത് താഴത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചായിരുന്നു കേട്ടോ. അത്രയൊന്നും കൊടുക്കണ്ടെന്ന് വെച്ചാൽ അവൾ അവിടെ ഇടും. വീട്ടിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. പിന്നെ മഴ എനിക്ക് ഒരു രക്ഷയുമില്ല. പോണ വഴിക്ക് നമുക്ക് മിക്കാസിന്ന് 2 ഷവർമ ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. കാരണം വീട്ടിൽ ചെന്ന് ഇനി രാത്രിയിലത്തേക്കുള്ളത് കുക്ക് ചെയ്തിട്ട് വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് 2 ഷവർമയും പ്ലേറ്റ് ഷവർമയും ഒക്കെ നമുക്ക് അവിടെ നിന്ന് മേടിക്കാനുണ്ട് കേട്ടോ. പിന്നെ ഐഷുമ്മ ഉറങ്ങിപ്പോയി. അവൾ വിശന്നിട്ടായിട്ട് ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വീട്ടിൽ എത്തണത് വരെയും ഉറങ്ങിയിട്ട് വിളിപ്പിക്കാം എന്നാണ് ഓർത്തത്. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലേക്ക് ഫസ്റ്റ് ടൈം കാറ് കൊണ്ടുവന്നേ കേട്ടോ ഇത്. ഇതാണ് നമ്മൾ മിക്കാസിന്ന് മേടിച്ച റോൾ ഷവർമയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലേറ്റ് ഷവർമയും മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പ്ലേറ്റ് ഷവർമ അവിടുത്തെ അടിപൊളി ടേസ്റ്റാണ്. അതിങ്ങനെ മേടിച്ചാൽ. എല്ലാവർക്കും ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പിക്കൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.